PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയേ കഴിയൂ. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും ഇല്ല. അല്ല എങ്കിൽ ഞങ്ങളുടെ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മന്ത്രിമാർ രാജിവെച്ച് പുറത്തുനിന്ന് പിന്തുണ നൽകും. ഈ തരത്തിലാണ് CPIയുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. CPIയിലെ D രാജ കഴിഞ്ഞ ദിവസം MA ബേബിയെ കണ്ടു. MA ബേബിയെ കണ്ട് D രാജ അരമണിക്കൂർ സംസാരിച്ചു. 1.5 മണിക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ഇത്രയും പ്രായമുള്ള D രാജ സാമാന്യം പ്രായമുള്ള ചെറുതല്ലാത്ത പ്രായമുള്ള MA ബേബിയെ കാണാൻ പോകുമ്പോൾ MA ബേബി ചിലപ്പോൾ ഭക്ഷണം കാണത്തില്ല, കഴിച്ചോ എന്നറിയത്തില്ല. ആ സമയത്ത് അരമണിക്കൂർ സംസാരിച്ചപ്പോൾ D രാജ പറയുന്ന എല്ലാ കാര്യവും സമന്വയത്തോടുകൂടി സമചിത്തതയോടുകൂടി MA ബേബി കേട്ടതല്ലാതെ ചിരിച്ചു കേട്ടതല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല. MA ബേബിയുടെ നിസ്സഹായ അവസ്ഥ അതിൽ നിന്ന് ബോധ്യപ്പെട്ടുവെന്ന് പ്രകാശ് ബാബു പറഞ്ഞു. ഇതൊരു വലിയ വിവാദമായിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടിയായി MA ബേബി പറഞ്ഞു, അത് ഞാനും D രാജയും തമ്മിലുള്ള സംഭാഷണം എന്താണെന്ന് D രാജ മറുപടി പറഞ്ഞാൽ മതി, പ്രകാശ് ബാബു അതിൻ്റെ ഇടയ്ക്ക് ഏറെ ബഹളം ഉണ്ടാക്കേണ്ട എന്നുള്ള രീതിയിൽ MA ബേബിയും മറുപടി പറഞ്ഞു. ഇതിനിടയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങൾക്കിപ്പുറം അച്യുതമേനോൻ്റെയും PKVയുടെയും കാലഘട്ടത്തിലെടുത്ത നിർണായകമായൊരു തീരുമാനത്തിനിപ്പുറം അന്ന് 97 തോന്നുന്നു കോൺഗ്രസിൽ നിന്ന് വേർപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് PKV രണ്ടാമത്തെ മുഖ്യമന്ത്രി, അച്യുതമേനോൻ ഒന്നാമത്തെ മുഖ്യമന്ത്രി, രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി CPIക്ക് അവസരം കിട്ട PK വാസുവിനെ രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാൻ വന്നു. അത്രയും ത്യാഗം സഹിച്ചു വന്ന CPIക്ക് അടുത്തൊരു ത്യാഗം സഹിക്കേണ്ടി വരുമോ? അതിന് ബിനോയ് വിശ്വത്തിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട ബിനോയ് വിശ്വം, താങ്കൾ ആദർശാത്മക രാഷ്ട്രീയത്തിലാണ്, നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ താങ്കൾക്ക് കർശനമായ തീരുമാനം നാളെ എടുക്കേണ്ടി വരും ആലപ്പുഴയിൽ വെച്ച്. അങ്ങനെ ഒരുപക്ഷെ എടുത്തില്ലെങ്കിൽ താങ്കൾ ചരിത്രത്തിൽ എവിടെ പോകും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. മുഖ്യമന്ത്രിയുടെയോ ശിവൻകുട്ടി വന്ന് ചർച്ച ചെയ്തു, മന്ത്രി GR അനിലും താങ്കളുമായും ബിനോയ് വിശ്വമായും ചർച്ച ചെയ്തു. ഇനി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വച്ചിരിക്കുന്നു. നാളെ കഴിഞ്ഞാൽ LDFൽ ചർച്ചയ്ക്ക് വെച്ച്, എല്ലാം ശരിയാണ്. പക്ഷേ ഈ വിഷയത്തിൽ CPI ഒരു നിലപാട് എടുത്തു കഴിഞ്ഞു. അത് D രാജ ആവർത്തിച്ച് പറയുന്നുണ്ട്, പ്രകാശ് ബാബു ആവർത്തിച്ച് പറയുന്നുണ്ട്, GR അനിൽ പറയുന്നുണ്ട്, K രാജൻ പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ബിനോയ് വിശ്വം പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, അതിവൈകാരികമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതല്ല ഇടതുപക്ഷം, ഇത് ഇടതുപക്ഷത്തിൻ്റെ വഴിയല്ല, ഇത് ജനാധിപത്യത്തിൻ്റെ വഴിയല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും നാളത്തെ തീരുമാനം നിർണായകമാണ്. അഴുകുഴമ്പൻ തീരുമാനമെടുക്കരുത്. രാഷ്ട്രീയമായി ഇച്ഛാശക്തിയുള്ള തീരുമാനമെടുക്കണം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയും നിലനിൽപ്പും അസ്തിത്വം എന്ന് പറയുന്നത് കൃത്യമായ തീരുമാനമെടുക്കലാണ്. നിങ്ങളിപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഒപ്പിടാൻ CPI സഹായിച്ചത് കൊണ്ടോ ഒന്നും നമുക്കൊരു വിഷയമല്ല, എന്നെപ്പോലുള്ള ആളുകൾക്കൊരു വിഷയമല്ല. ഇപ്പോൾ എത്രയോ പരിപാടികളിൽ CPI സഹായിക്കുന്നു. PM ഉഷ പരിപാടിയിൽ പൈസ വാങ്ങുന്നു, ജലം ജീവ മിഷനിൽ വാങ്ങുന്നു, പിന്നെ സ്വജൽധാരയിൽ വാങ്ങി, അതുപോലെ തന്നെ പിന്നെ NRHMന് പൈസ വാങ്ങുന്നു, കുടുംബശ്രീ പോലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിക്ക് പൈസ വാങ്ങുന്നു, എത്രയോ പരിപാടികൾക്ക് പൈസ വാങ്ങുന്നു. ഇപ്പം നെൽകൃഷിക്ക് പൈസ വാങ്ങുന്നു, എത്രയോ കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് 60% പല പദ്ധതികൾ വാങ്ങും. അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ ഒരു നിലപാടെടുത്തതിന് ശേഷം ആ നിലപാടിന് ക്രിസ്റ്റൽ ക്ലാരിറ്റി കിട്ടാതെ മറ്റൊരു നിലപാടിലേക്ക് പോയാൽ അത് CPIയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യും. പലവട്ടം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി CPIൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ CPI ഒരു രണ്ടാമത്തെ ഒരു അനിയൻ പളി കളിച്ച് കീഴടങ്ങുകയാണ്. ഒരുപാട് കീഴടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിനും കൂടി കീഴടങ്ങിയാൽ പിന്നെ CPIയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അസ്തിത്വം എവിടെ നിൽക്കുമെന്ന് നമുക്ക് പറയാനാകില്ല. അതുകൊണ്ട് ആവർത്തിച്ച് D രാജ പറയുന്നു, ആവർത്തിച്ച് CPIയുടെ സംസ്ഥാന നേതാക്കൾ ഓരോരുത്തരും ചാനലുകളോട് പറയുന്നു, ഇത് പിൻവലിച്ചേ കഴിയൂ, അല്ലാതെ ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷേ അപ്പോഴും ശിവൻകുട്ടി ഇന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതി ഇന്ന് നടത്തിയ ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രസ്താവന, PM ശ്രീ പദ്ധതി കേരളത്തിന് നിർബന്ധമില്ല, വേണമെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായി എന്തിനാണ് കേന്ദ്ര സർക്കാരുമായി ഇത്രയധികം എഴുത്തുകുത്തുകളും കത്തിടപാടുകളും നടത്തിയത് എന്നൊരു ചോദ്യവും പൊളിറ്റിക്കലായി അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്.